മക്കളും മാത്രം. മൂത്ത മകൻ പുറത്തെവിടെയോ പോയി പഠിക്കുന്നു. രാത്രി എൻ്റെ ഭാര്യയ്ക്ക് കിടക്കാൻ പേടിയാകുമ്പോൾ തറവാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ കാവലിന് വരും. രാവിലെ ഉമ്മ തിരിച്ചു പോകും. ആ വീട്ടിൽ എൻ്റെ ഭാര്യയും മക്കളും ഉപയോഗിക്കുന്നത് ഒരു ബെഡ്റൂമും ആ ബെഡ്റൂമിലെ ബാത്റൂമുമാണ്. ബാക്കി 3 ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും എൻ്റെ പുറത്തുള്ള ബാത്റൂമുകളും മൗലവി ഇപ്പോൾ വെറുതെ കിടക്കുകയായിരിക്കും. അത്രയും ബാത്റൂമുകൾ സ്വന്തമായുള്ള ഞാനിതാ ഇവിടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ തകരവാതിലിന്റെ പിന്നിൽ കാത്തു നിൽക്കുന്നു. ഒരാൾ എഴുന്നേറ്റാൽ ആ ദുർഗന്ധത്തിലേക്ക് കടന്നിരിക്കുവാൻ വേണ്ടി. മൗലവി, നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് കുടുംബത്തിന് വേണ്ടിയല്ലേ? അല്ല എന്ന് പറയാൻ തോന്നിയില്ല. അതാണല്ലോ ജീവിതം. കുടുംബമായി കഴിഞ്ഞാൽ കുടുംബത്തോടുള്ള സ്നേഹം, ആ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗം അനുഭവിക്കുവാനും നമുക്ക് തടസ്സമാകാറില്ല. എന്നാൽ ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ അനുഭവിക്കേണ്ട ത്യാഗത്തെക്കുറിച്ചും നമ്മൾ പ്രവർത്തിക്കേണ്ട അനിവാര്യമായ 1-2 കാര്യങ്ങളെക്കുറിച്ചും മാത്രമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എൻ്റെ വിഷയത്തിന്റെ ടോപ്പിക് തന്നെ ഏകദേശം 10 മിനിറ്റ് പറയാനുണ്ട്. മതം, കുടുംബം, സമൂഹം. വളരെ കുറഞ്ഞ സമയമാണ്, കൃത്യം 1:30 മുമ്പ് ഞാൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. മതം എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകത്ത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മനുഷ്യന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നിശ്ചയിച്ചു തന്ന നിയമങ്ങൾക്കാണ് മതം എന്ന് പറയുന്നത്. ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ, ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ആ മൊബൈൽ ഫോണിന്റെ മനോഹരമായ പെട്ടിയിൽ ആ മൊബൈൽ ഫോണിന് മേലെ ഒരു ചെറിയ പുസ്തകം ഉണ്ടാകും. ഞാൻ ആ പുസ്തകം എടുത്ത് ആദ്യം മറിച്ചു നോക്കും. ആ പുസ്തകത്തിലുള്ളത് ഈ മൊബൈൽ ഫോൺ ഏത് രൂപത്തിൽ ഉപയോഗിക്കണം എന്നാണ്. ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയ കമ്പനിക്കാണ് ഈ മൊബൈൽ ഫോണിന്റെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയുക. ആ കമ്പനിയാണ് ആ പുസ്തകം അച്ചടിച്ചു വെച്ചത്. ഈ മൊബൈൽ ഫോണിന്റെ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിച്ചാൽ കേടുപാടുകൾ പറ്റും എന്നൊക്കെ ആ പുസ്തകത്തിൽ ഉണ്ടാവും. ആ പുസ്തകത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ തകരാറുകളില്ലാതെ ഈ മൊബൈൽ ഫോൺ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ എങ്ങനെയാണ് മനുഷ്യന്മാർ ജീവിക്കേണ്ടത് എന്ന് ആ മനുഷ്യന് നൽകിയ നിർദ്ദേശമാണ് ഇസ്ലാം. ഒന്നാമത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ലാഹു തആല നൽകിയ ഒന്നാമത്തെ നിർദ്ദേശം ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ. ആദം, എന്നിൽ നിന്ന് നിനക്ക് ചില നിർദ്ദേശങ്ങൾ ലഭിക്കും. ഫമൻ തബിയ ഹുദായ, ആ നിർദ്ദേശങ്ങളെ ആരാണോ പിൻപറ്റുന്നത്, വലാ ഖൗഫുൻ അലൈഹിം, അവർ യാതൊന്നും പേടിക്കേണ്ടി വരികയില്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയും ഇല്ല. മനുഷ്യർക്ക് കാലാകാലങ്ങളിൽ അല്ലാഹു നൽകുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്ന പേരാകുന്നു മുസ്ലിം എന്ന പേര്. അസ്ലമ എന്ന പദത്തിന്റെ അർത്ഥം കീഴൊതുങ്ങി എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയവൻ. ആർക്ക് കീഴൊതുങ്ങിയവൻ? പോലീസിനോ പട്ടാളത്തിനോ കീഴൊതുങ്ങിയവനല്ല. അല്ലാഹു തആല നിശ്ചയിച്ച വിശ്വാസങ്ങൾ വിശ്വസിക്കുകയും അല്ലാഹു തആല കൽപ്പിച്ച പ്രവർത്തികൾ പ്രവർത്തിക്കുകയും അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് ജീവിക്കുന്നവനാരോ അവന്റെ പേരാകുന്നു മുസ്ലിം. ഒരു ജാതിയുടെ പേരല്ല അത് ഒരു ജനക്കൂട്ടത്തിന്റെ പേരല്ല, അതൊരു സമുദായത്തിന്റെ പേരല്ല. മുസ്ലിം എന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. ഏത് വ്യക്തിക്കാണ് ആ പേര് കിട്ടുക? വലിയ താടിയുള്ള വ്യക്തിയുടെ പേരാണോ? വലിയ സ്ഥാനമാനങ്ങളുള്ള വ്യക്തിയുടെ പേരാണോ? വലിയ ഒരു നേതാവിന്റെ പേരാണോ? അല്ല. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവനാരോ അവന് മാത്രം അവകാശപ്പെട്ട പേര്. ഞാൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ഞാൻ മുസ്ലിമാകും, ഞാൻ മാത്രം. അതുകൊണ്ട് എൻ്റെ ഭാര്യ മുസ്ലിമാവൂല, എൻ്റെ മാതാപിതാക്കൾ മുസ്ലിമാവൂല, എൻ്റെ മക്കൾ മുസ്ലിമാവൂല, ഞാൻ മാത്രം മുസ്ലിമാവും. എൻ്റെ ഭാര്യ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ എൻ്റെ ഭാര്യ മുസ്ലിമാവും. എന്റെ മക്കൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവർ മുസ്ലിമാവും. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് വേറെ ഒരാൾക്ക് ഗുണം കിട്ടുകയില്ല എന്നർത്ഥം. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ മലവെള്ളത്തിൽ മല പോലെ വന്ന തിരമാലയിൽ മുങ്ങി മരിക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാണേണ്ടി വന്നത് ആ മകൻ മുസ്ലിമാവാത്തത് കൊണ്ടാണ്. 950 കൊല്ലം അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനം നടത്തിയ മഹാനായ ഒരു പ്രവാചകന്റെ മകൻ മുസ്ലിമാവാതിരിക്കുകയോ? സത്യമാണ്, നൂഹ് നബിയുടെ മകൻ മുസ്ലിമായിട്ടില്ല.
എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ അയാൾ മുസ്ലിം ആവണം. ആരും, അതൊരു വ്യക്തിക്ക് ലഭിക്കുന്ന പേരാണ് മുസ്ലിം ആവുക എന്നത്. ഇവിടെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അൽഅഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത് വമൻ തറകഹാ വഖദ് കഫറ. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം, ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം അസ്സലാത്ത്, നമസ്കാരമാണ്. വമൻ തറകഹ, ആ നമസ്കാരത്തെ ആരാണോ ഉപേക്ഷിച്ചത്, വഖദ് കഫറ, അവൻ കാഫിറായി. എന്തേ? കാഫിറാവണമെങ്കിൽ പേര് മാറ്റണ്ട, കാഫിറാവണമെങ്കിൽ വസ്ത്രങ്ങൾ മാറ്റണ്ട, കാഫിറാവണമെങ്കിൽ സംഘടന മാറണ്ട. നമസ്കാരം ഒഴിവാക്കിയോ അവൻ കാഫിറാണ്. അവന്റെ പേര് എന്തായിക്കോട്ടെ, അവൻ ആരായിക്കോട്ടെ, ഏത് സംഘടനയിലായിക്കോട്ടെ, ഏത് മഹലിലായിക്കോട്ടെ, ഏത് പ്രസ്ഥാനത്തിലായിക്കോട്ടെ, അവന്റെ മാതാപിതാക്കൾ ആരായിക്കൊള്ളട്ടെ, അവന്റെ തറവാട് ഏതായിക്കൊള്ളട്ടെ, അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവട്ടെ, അവൻ നമസ്കരിക്കുന്നില്ലേ, വഖദ് കഫറ, അവൻ കാഫിറായി. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് പറഞ്ഞതല്ല, മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ, പഠിപ്പിച്ചതാ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അയാൾ പാലിച്ചിരിക്കണം. ആ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് അയാൾ ജീവിക്കണം. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ മനുഷ്യൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കുവാൻ വേണ്ടി ആ പരീക്ഷണങ്ങളിൽ ജയിക്കണം. ആ മനുഷ്യനാണ് നമ്മൾ മുസ്ലിം എന്ന് പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മളൊക്കെ മുസ്ലിമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും നമ്മുടെ കുടുംബം അങ്ങനെയായി തീരണമെന്ന് പ്രത്യാശിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ എന്നർത്ഥം. ഒരു മനുഷ്യന് തന്റെ കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? അത് പറയാനേ നമുക്ക് സമയമുള്ളൂ. എന്താണത്? കുടുംബത്തിന് ഭക്ഷണം കൊടുക്കലാണോ? കുടുംബത്തിന് വസ്ത്രം കൊടുക്കലാണോ? കുടുംബത്തിന് മരുന്ന് വാങ്ങിക്കൊടുക്കലാണോ? കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കലാണോ? കുടുംബത്തിന് വിദ്യാഭ്യാസം കൊടുക്കലാണോ? ഏതാണ് കുടുംബത്തിനോട് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യന്മാരെ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാത്തു രക്ഷിക്കണം. വാഹിലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു രക്ഷിക്കണം. നാറൻ, നരകത്തിൽ നിന്ന്. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യനും കല്ലുകളുമാണ്. മനുഷ്യനെയും കല്ലുകളെയും ഇന്ധനമാക്കി കത്തിക്കുന്ന നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു രക്ഷിക്കണം. അലൈഹാ മലായികത്തുൻ ഇലാലുൻ ശിദാദ്, പരിക്കന്മാരായ, പെട്ടെന്ന് ദേഷ്യം വരുന്ന കോപിഷ്ഠന്മാരായ മലക്കുകളാണ് ആ നരകത്തിന് കാവൽ നിൽക്കുന്നത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹുവിന്റെ ഒരു കൽപ്പനയെയും അവർ ധിക്കരിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണോ അവരോട് കൽപ്പിക്കുന്നത് ആ കൽപ്പനകളെ അക്ഷരം പ്രതി അവർ പ്രാവർത്തികമാക്കും. ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷിക്കുക. ഒരുപാട് പ്രസക്തമാണ് ഈ ഒരു ആയത്ത്. ഒന്നാമതായിട്ട് നമ്മൾ രക്ഷിക്കേണ്ടത് നമ്മുടെ സ്വന്തം ശരീരത്തെയാണ്. എന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാനല്ലാതെ, എന്റെ പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊരാൾക്കും എന്റെ ശരീരത്തിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. ആരാവട്ടെ, എന്റെ പിതാവ് ആരാവട്ടെ, എന്റെ പിതാവിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ, എന്റെ പിതാവിന്റെ പ്രാർത്ഥനകൾ കൊണ്ടോ, അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ ആ പ്രവർത്തനങ്ങളും ആ കർമ്മങ്ങളുമായി ജീവിക്കണം. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആരാണ് ഇബ്രാഹിം നബി? ഖലീലുള്ള, അള്ളാഹുവിന്റെ സുഹൃത്താണ്, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ. ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സർവശക്തനായ പടച്ച തമ്പുരാൻ തന്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തത്
ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയ, സയ്യിദുൽ അംബിയ പ്രവാചക